ചീറിപ്പാഞ്ഞോണ്ട് വരുന്നേ എന്താണ്? ആവശ്യത്തിന് കാണൂല ആശാന. എന്താ സംഭവം? നിങ്ങളെവിടെ പോയിനി? നിങ്ങള് പീടിയിൽ വരുന്നില്ല, വീട്ടിൽ പോയി ആരെയും കാണുന്നില്ല. ഞാൻ ഇവിടെ ഇരുന്ന് എന്താ കാര്യം പറയിച്ചേ? എന്തിനാ ഇങ്ങനെ പറഞ്ഞേ? നിങ്ങളെ സംഭവം പറഞ്ഞിട്ടേതല്ലോ നമ്മുടെ ജോസൂട്ടിന്റെ കാര്യം. എന്താണ് ജോസൂട്ടിന്റെ മറ്റേ ഒരു മേനോൻ സാർ ഉണ്ടല്ലോ, ഒരു മേനോൻ സാർ പൈസക്കാരൻ. എന്താ കാര്യം പറടാ? ഓരോട് എന്തോ സ്ഥലത്തിന് പൈസ മേടിച്ചില്ല അഡ്വാൻസ് ആയിട്ട്, സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞിട്ട്. അവസാനം ഈ പൈസയും കൊടുക്കുന്നില്ല സ്ഥലവും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കവലിന്ന് 3-4 ആളെയും കൂട്ടിയിട്ട് വന്നിട്ട് ജോസൂട്ടിനെ പിടിച്ചിട്ട് കൊണ്ടുപോയി. എന്നിട്ട് പിടിച്ചു കൊണ്ടുപോയി. ആകെ പ്രശ്നം. ആരെന്താന്ന് ചോദിച്ചില്ല. ഏത് മേനോ സാറ്? ഒരു പൈസക്കാരൻ മേനോ സാറെന്നാ പറഞ്ഞത്. പൈസ മേടിച്ചെന്ന് പറയുന്നത് എല്ലാരും അവിടെ പറയുന്നുണ്ട്. എല്ലാരും വണ്ടിയുടെ നമ്പർ വണ്ടി നമ്പർ ഉണ്ട്. വണ്ടി നമ്പർ നോട്ട് ചെയ്തിട്ട് പീടിയിൽ വന്നിട്ട് പെണ്ണേടി കാണുന്നില്ല. അവസാനം ഓർമ്മയില്ല ആശാനെ, നമ്പർ ഓർമ്മയില്ല. 3 ഓർമ്മയില്ല ആശാനെ. എനിക്ക് ഫുള്ള് നമ്പർ അറിയണോ? അതാച്ചാലേ അറിയോ? നമുക്ക് എങ്ങനെയുള്ള ഒരു കാര്യമൊക്കെ ഉണ്ടാകുമ്പോ ആദ്യം നോക്കണ്ട വണ്ടി നമ്പർ നോക്കണ്ട. ഒരു വണ്ടി കയറ്റി കൊണ്ടുപോകുമ്പോ ഈ ജാതി സാധനത്തിനൊക്കെയാണ് തീറ്റി പോട്ടണേ. ഞാൻ എവിടെ പോയി അന്വേഷിക്കും? ചോദിക്കാന്ന് ആരോടേലും ചോദിച്ചു നോക്കാം. ഞാൻ ജോസൂട്ടിന്റെ ഭാര്യയോടൊന്ന് പറഞ്ഞിട്ട് വേഗം വരാം. എന്തിന്? അല്ല, ഈ പ്രശ്നം അവരങ്ങനെ പ്രതികരിക്കുന്നത് നമുക്കറിയാലോ. എന്നിട്ട് എന്തിനാ എനിക്ക് വെറുതെ ഒന്ന് അറിഞ്ഞു നോക്കാലോ. പക്ഷെ മണ്ട ഞാൻ തല്ലി വിളിച്ചത് ഒരു മനുഷ്യനോട് പറയരുത് കേട്ടോ. ആരോടെങ്കിലും പറഞ്ഞോ? ഞാൻ 2-3 ആളോട് വരുമ്പോ പറഞ്ഞു. ഇനി വണ്ടി എടുക്ക്, വണ്ടി തിരിക്ക്, വണ്ടി എടുക്ക്. ഇവിടുന്ന് പോ. ആരോടും പറയരുത്. ഇനി ആരോടും പറയില്ല. പോ, വണ്ടി എടുത്ത് പോയിക്കണം. അന്നപ്പോ അവര് ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ. എന്നെ ഉപദ്രവിച്ചൊന്നുമില്ല പരീക്ക. പക്ഷെ ഞാൻ നാണം കെട്ടുപോയി. ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു കച്ചവടത്തിൽ ചെന്ന് പെട്ടിട്ടില്ലാന്നേ. എന്തപ്പോ ഉണ്ടായത് ശരിക്കും? എന്റെ വാസൂട്ട് ഞാനൊരു കച്ചവടത്തിൽ ഇടനിലക്കാരനായിട്ട് നിന്നാണ്. ഇടുക്കിയിലുള്ളൊരു വിനോദുണ്ട്, അയാളുടെ സ്ഥലം കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് ഈ നമ്മ മേനോൻ സാറിനെ കൊണ്ട് അഡ്വാൻസ് കൊടുപ്പിച്ച്. ഞാൻ ഇടപെട്ട് മേനോൻ സാറിനെ കൊണ്ട് വിനോദിന്റെ സ്ഥലം കൊടുക്കാൻ അഡ്വാൻസ് കൊടുപ്പിച്ച്. രജിസ്ട്രേഷന്റെ ഡേറ്റ് ആയപ്പോ വിനോദ് ആ സ്ഥലം ഇയാൾക്ക് കൊടുക്കൂല, എന്തോ പേപ്പറിന്റെ ബുദ്ധിമുട്ടുണ്ടെന്നും പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റണില്ല. അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് സ്ഥലം തന്നില്ലെങ്കിൽ ഞാൻ തന്ന അഡ്വാൻസ് ഇങ്ങോട്ട് തന്നിരുന്നു. ന്യായമൊക്കെയാണ്. പക്ഷെ ആ സമയത്ത് ഇയാൾ ഈ കാശെടുത്ത് മറിച്ചുപോയി, അയാൾക്ക് കൊടുക്കാൻ പറ്റണില്ല. പിന്നെ അതിന് ഞാൻ നടന്ന് പ്രഷർ ഉണ്ടാക്കിയപ്പോ പറഞ്ഞ് പുള്ളിക്ക് പാലക്കാട്ട് ഒരു പങ്കജാക്ഷ മുതലാളി കുറെ ഫണ്ട് കൊടുക്കാനുണ്ട്, ആ പൈസ കിട്ടിയ ആ ഡേറ്റിന് തന്നെ നമുക്ക് കൊണ്ടുപോയി മേനോൻ സാറിന് കൊടുക്കാന്ന് പറഞ്ഞു. വിനോദ് പറഞ്ഞു. ഈ വിനോദ് പങ്കജാക്ഷം പറഞ്ഞ വാക്കും കേട്ട് എന്നോട് ഒരു ഡേറ്റ് പറയും, ഞാനത് മേനോൻ സാറിനോട് പറയും. പറഞ്ഞിപ്പോ 1.5 കൊല്ലമായത്. അവസാനം ഇയാളോട് എനിക്ക് പറയാൻ വാക്കില്ലാതെ അപ്പൊ ഞാൻ ഇയാള് വിളിച്ചാലും എടുക്കൂല, ഫോൺ ഓഫ് ചെയ്തിട്ട്. ഇത് കണ്ടപ്പോ ഇയാൾക്ക് ആകെ പ്രാന്തായിട്ട് എനിക്കിട്ട് കൊട്ടേഷൻ കൊടുത്തു. ഞാൻ മിനിയാന്ന വഴിയിൽ ഇറങ്ങിയപ്പോ ഒരു ജീപ്പ് വന്നിട്ട് എന്നെ അതിൽ പിടിച്ചിട്ട് പിള്ളേര് എടുത്തുകൊണ്ട് പോയി. റൂമിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടപ്പോ ഭാഗ്യത്തിന് ആ കൂട്ടത്തിൽ നമ്മുടെ ജൊക്കി ഉണ്ടായി. ജൊക്കിപ്പോ ഗുണ്ടയാണോ? ഗുണ്ടെന്ന് കാണാൻ ഗുണ്ടെന്നല്ല, കൂട്ടത്തിൽ കൂടിയ ഗുണ്ടയല്ല. അവനിപ്പോ മരുന്നൊക്കെ വലിച്ച ആ കൂട്ടത്തിലാണ്. അവൻ എന്നോട് എന്താ ജോസൂട്ടി എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ ഞാൻ അവനോട് സത്യം പറയും. അപ്പൊ നിന്നെ പിടിച്ചുകൊണ്ടുപോയി അയാൾക്ക് കൊടുക്കാനാ പറഞ്ഞേക്കണത്. ഇപ്പൊ എന്ത് ചെയ്യാനാണ്? ഒരു പണി ചെയ്, അയാളുടെ കണ്ണും വെട്ടത്ത് നടക്കല്ലേ എന്നും പറഞ്ഞിട്ടാണ് എന്നെ വിട്ടത്. അതുകൊണ്ടാണ് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ആരോടും പറയാതെ മാറിയുന്നത്. ജോസൂട്ടി ഈ ജാതി ഇടപാടിനൊന്നും നിക്കരുത് കേട്ടോ. ഈ ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ ആ ഒരു ധാരണ എനിക്ക് ഉണ്ടാവണം. ആരോടാണ് ഇതൊക്കെ പറയണത്? അയ്യോ കേട്ടിട്ട് പരിക്ക് എനിക്കൊരു കാര്യമില്ല. ഈ വാസൂട്ടിയുടെ ഒരു ബന്ധുണ്ടല്ല തൃശ്ശൂരുള്ള അവൻ സുനി, അവനാണ് എനിക്ക് വിനോദിനെ മുട്ടിച്ചു തന്നത്. ആര്? സുനിയോ? സുനി. അവനോട് വിളിച്ച കാര്യം അവനോട് ഒരു 100 വട്ടം ഞാൻ പറയിപ്പിച്ച. അവൻ പറഞ്ഞ ഡേറ്റും കേട്ട് ഇയാളുടെ ക്ഷമാറ്റെന്ന് എനിക്കിഞ്ഞ് വോയിസ് ഇല്ല. സുനിയൊന്ന് വിളിച്ചോക്കെ. ഈ സുനിയൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ വേണ്ടി പോയത് വീട്ടിൽ വന്നപ്പോ പരിചയപ്പെട്ടാണ്. അപ്പൊ സ്ഥലത്തിന്റെ പരിപാടിയാന്ന് പറഞ്ഞപ്പോ അല്ലെ വിളിച്ചു പറ, നമ്മളൊക്കെ ഉണ്ട് അറിയട്ടെ കൂടെ. ഹലോ, സുനിയെ. എന്താണ്? അതെ, വലിയ കുഴപ്പമില്ല. മേനോ സാറ് നമ്മുടെ ഇവിടെ എന്തോ ഒരു ആവശ്യമായിട്ട് വരുന്നുണ്ട് പറഞ്ഞു. അപ്പൊ സുനിലെ മേനോ സാറിനെ കണ്ടിട്ട് മേനോ സാറിനെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാം, നമുക്ക് ഇവിടുന്ന് സംസാരിക്കാന്ന് പറഞ്ഞു. ഞാൻ നിൽക്കൂല. നീ നിൽക്കണ്ട, ഞങ്ങളിടപെട്ട് സംസാരിച്ചോളാം.
ഒരു അത് കയറിയിരിക്കാം. ഉണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ എന്തോ അത്യാവശ്യത്തിന് പുറത്തോട്ട് പോയി. സാറേ ഞാൻ പറഞ്ഞില്ല, എന്നെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞില്ല. എൻ്റെ അളിയൻ വിളിച്ചിരുന്നു. അളിയനാണ് വാസുട്ടി. എന്താ ചെയ്യുന്നത്? ഞാൻ ഒന്നുമില്ല, ഞാൻ കാർപ്പൻ്ററാണ്. ആള് ജോസുട്ടിയുടെ സുഹൃത്താണ്. എൻ്റെ പേര് മരികുട്ടി എന്നാണ്. ഞാൻ ടൈലറിങ് പരിപാടിയൊക്കെ ആയിട്ട്. ഇത് ജെസ്സി, ജോസുട്ടിയുടെ ഭാര്യയാണ്. എന്താ സത്യത്തില് പ്രശ്നം? ശരിക്കും ഞങ്ങളും ഇതിന്റെ ഒരു ഇതിലൊക്കെ സംസാരിച്ചിരിക്കുന്നു. എന്താന്ന് പ്രശ്നമൊന്നുമില്ല. ഒരു വിനോദ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളുടെ കുറച്ച് സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു. അപ്പൊ ഞാനും വിനോദും തമ്മിൽ ആയിരുന്നു അതിന്റെ ആ കച്ചവടത്തിന്റെ കാര്യങ്ങളെ. അപ്പോ ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് വിനോദ് ആ സ്ഥലം എനിക്ക് തരില്ല എന്നാ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനാണ് അഡ്വാൻസും കൊടുത്തു കഴിഞ്ഞു. ജോസൂട്ടി വഴിയാണ് അത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എനിക്കിപ്പോ ഇത്ര പ്രശ്നമുള്ളൂ, ആ അഡ്വാൻസ് പൈസ തിരിച്ചു തന്നെ. അതാ മാനിയാണല്ലോ അത് പറഞ്ഞില്ല. ഞാൻ അഡ്വാൻസ് പൈസ ചോദിക്കുമ്പോ ഇവര് പറയുന്നത് പങ്കജാശൻ എന്ന് പറഞ്ഞ ഒരാളുടെ പാലക്കാടുള്ള ഒരു കക്ഷിയാണ് പറഞ്ഞു. ഇന്നലെ അങ്ങനെ സംസാരം ഇപ്പൊ അങ്ങനെ ഉണ്ടായി. അപ്പൊ എന്താ പങ്കജാശൻ എന്ന് പറഞ്ഞ ആള് എന്തൊരു കച്ചവടം ഉണ്ട് മൂപ്പരായിട്ട്. ആ പുള്ളിയുടെ സ്ഥലം വിറ്റിട്ട് അയാൾക്ക് പൈസ കിട്ടുമ്പോഴാണ് എന്റെ അഡ്വാൻസ് തരാം. ഇത് എവിടെ തന്നെ ആയോണ്ട് അത് എന്താ വിൽപ്പന വേഗം നടക്കുന്നൊക്കെ പറഞ്ഞു. 20-ാം തീയതിക്കുള്ളിൽ അത് അങ്ങനെ ഒരു അടുത്ത മാസം അത് കിട്ടും. അങ്ങനെ എനിക്ക് ഇത്ര ഒരു ഉറപ്പ് കിട്ടിയാൽ മതി. ഈ പങ്കജാശൻ മുതലാളി ഇത്രാം തീയതിക്കുള്ളിൽ കാശ് തരാന്ന് എന്നോടൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. അതെ അതെ അതെ. അപ്പൊ സാറ് പറയണ പോലെ ഈ പങ്കജാക്ഷൻ മുതലാളി 20-ാം തീയതി കാശ് കൊടുത്തോളാം വിനോദിനെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. എനിക്കൊരു ഉറപ്പ് കിട്ടണമല്ലോ. അത് ഞങ്ങൾ ചെയ്യാം സാർ, അത് ഞങ്ങൾ ചെയ്യാം. ഈ ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണേ ഇവിടെ നേരെ വന്ന് ഇത് കാര്യം പറഞ്ഞിട്ട് പോവാന്ന് വെച്ചാൽ. വളരെ സന്തോഷം. ആയിക്കോട്ടെ, ഇനി വേറെ ഇടങ്ങളൊന്നും ഉണ്ടാവരുതിട്ട് സാറേ. ഓക്കെ, ഇനി ഒരു പ്രശ്നമില്ല. ആയിക്കോട്ടെ, ശരി ശരി എന്നാ ശരി ശരി. ഇത് അടിയുടെ